ഹാജറയുടെ പ്രസവവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമുക്ക് കാണാം. പ്രസവമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്താൽ മതി, അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ചികിത്സിച്ചാൽ മതി എന്നുള്ള തോട്ട്സ് ഒക്കെ കേൾക്കാറുണ്ട്. അതിലൊക്കെ അത് നല്ലൊരു കാര്യമല്ലേ. പ്രസവമൊക്കെ വീട്ടിൽ നിന്നാകുക എന്നുള്ളത് സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുമൊക്കെ വളരെയധികം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നൊരു കാര്യമാണല്ലോ. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇതൊരു പുതിയ സംഭവമല്ല എന്നുള്ളതാണ്. പാരമ്പര്യമായി തലമുറകളായി ചെയ്തു വരുന്നൊരു കാര്യം മാത്രമാണ് ആഹാരം കഴിക്കുക, പ്രസവിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ് അതിനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കാനുള്ള ചില ശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. ഡീപോപ്പുലേഷൻ അജണ്ടയൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ കുറേ തെളിവുകൾ കൂടി നമുക്ക് ലഭിക്കുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാനുള്ള നിവർത്തി നമുക്കില്ല. മനസ്സ് സ്ട്രോങ് ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് മൈൻഡ് പവറിനെ കുറിച്ച്, അതുപോലെ യൂനാനിനെ കുറിച്ച്, പിന്നെ അതുപോലെ മതത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പഠിച്ചോന് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ചികിത്സ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചോദിക്കുന്ന ആരാന്ന് അറിയില്ല. അത്തരം ആളുകൾ ആരാന്ന് കൂടി ഹാജറ വ്യക്തമാക്കണം. മോഡേൺ ട്രീറ്റ്മെന്റ് ഒക്കെ ഭയങ്കര പറ്റിക്കലാണ്, വാക്സിനേഷൻസ് എടുക്കാൻ പാടില്ല, ഇപ്പൊ അങ്ങനെ അഭിപ്രായം ആളുകൾക്ക് പറഞ്ഞൂടെ? അവരനുഭവിച്ചത് കൊണ്ടാണല്ലോ അവർ ആ വിഷയത്തിൽ അങ്ങനെ പറയുന്നത്. ഇനി അതങ്ങനെ അല്ല എങ്കിൽ ഹാജറ അടുത്തൊരു വീഡിയോയിൽ ഒരു ഗ്യാരണ്ടി പറയും, മോഡേൺ മെഡിസിൻ പറ്റിപ്പല്ല, വാക്സിനേഷൻ എടുക്കുന്നത് വളരെ നല്ലതാണ്, വാക്സിനേഷൻ എടുത്തത് കൊണ്ട് എന്ത് സംഭവിച്ചാലും ഹാജറ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കാം എന്നൊന്ന് എഴുതി ഒപ്പിട്ട് ഓരോ ആളുകൾക്കും രേഖാമൂലം നൽകിയാൽ മതി. ഹാജറ എന്തിനെയാണ് ഈ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം മൈത്രയിലൊക്കെ ഇത്ര ബില്യൺസ് ആണ് ഇൻവെസ്റ്റ് ചെയ്തത്, അത് കണ്ടില്ലേ ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ വരും. ആക്ച്വലി ബിസിനസ് എന്താണ്? ഏതൊരു സർവീസും ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനൊരു സ്ട്രാറ്റജി വേണം, അതിന് കറക്റ്റ് ആയിട്ടൊരു ഫോർമാറ്റ് വേണം. അതിന് ബിസിനസ് എന്നും പറയാം. അതിപ്പോൾ നിങ്ങൾ ദീനിന്റെ കാര്യത്തിലാണെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് കറക്റ്റ് ആയിട്ട് സ്ട്രാറ്റജി ഇല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. ഹാജറയുടെ സ്ട്രാറ്റജി മനസ്സിലായിട്ടുണ്ട്. ഹാജറയ്ക്ക് നല്ല പോഡ്കാസ്റ്റ് മൈക്കുണ്ട്, നല്ല നിക്കാബും പർദ്ദയും ഉള്ളത് കൊണ്ടുള്ളൊരു കംഫർട്ട്നെസ് ഉണ്ട്. ഹാജറ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, സംസാരത്തിൽ നല്ല ഫ്ലുവൻസി ഉണ്ട്. ഈ സ്ട്രാറ്റജിയൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഈ പറയാൻ പോകുന്ന കാര്യം കൂടി വ്യക്തമായിരിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും നല്ലവരാണെന്നോ ഒരു മിസ്റ്റേക്കും സംഭവിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ഡോക്ടർ ആവണമെങ്കിൽ നല്ല എഫേർട്ട് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. തീർച്ചയായിട്ടും ഹാജറ എന്നുള്ള ആളുടെ മുമ്പിൽ ഒരു പ്രിഫിക്സ് അത്തരത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പഠിച്ച് കഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു പ്രയാസമായിരിക്കാം, അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ഹാജറ ഇവിടെ തീർക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. എൻ്റെ ഒപ്പീനിയനിൽ സ്വന്തം ശരീരം ശ്രദ്ധിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം ശരീരം ശ്രദ്ധിക്കുക എന്നുള്ള അവനവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവനവൻ ചെയ്യുന്നത്. അത് അവനവൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മറ്റൊരു കാര്യത്തിലേക്ക് ഒരാൾക്ക് നിർബന്ധിക്കണമെങ്കിലോ അഭിപ്രായം പറയണമെങ്കിൽ പോലുമോ പലപ്പോഴും അതിനൊരു ഗ്യാരണ്ടി മറ്റാരെങ്കിലും നൽകേണ്ടി വരും. ഇപ്പോൾ അലോപ്പതിയിലേക്ക് പോകണമെന്നാണ് ഹാജറ പറഞ്ഞു വരുന്നതെങ്കിൽ പ്രസവിക്കാൻ സ്ത്രീകൾ ആശുപത്രിയിലേക്ക് പരമ്പരാഗതമായ രീതിയിൽ നിന്നും മാറി ആശുപത്രിയിലേക്ക് പോകണമെന്നാണെങ്കിൽ അതിനെ പറ്റിയുള്ള ധാരാളം സംശയങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നതിനെ കൃത്യമായി റെക്ടിഫൈ ചെയ്യാൻ ഹാജറ തയ്യാറുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് പഠിച്ചവൻ ഇത്തിരി നല്ല ശരീരം തന്നു, ചികിത്സക്കുള്ള അവസരങ്ങൾ തന്നു, പിന്നെ പഠിച്ചു നേരിട്ട് വന്നിട്ട് മോളെ ഞാൻ നിന്നെ ഹീൽ ചെയ്ത് തരാമെന്ന് ഹീൽ ചെയ്ത് തരുമൊന്നുമില്ല. ഹാജറ ഈ വിഷയത്തിൽ ധാരാളം പഠിച്ചത് കൊണ്ടുണ്ടായ ഒരു പ്രയാസമാണോ എന്നറിയില്ല. പടച്ചവൻ ശരീരത്തിൽ എന്ത് അസുഖം വന്നാലും സുഖമാകുന്നൊരവസ്ഥ ശരീരത്തിൽ തന്നിട്ടുണ്ട്. മുസ്ലിം ആണെന്നാണ് മനസ്സിലാകുന്നത് പർദ്ദയും നിക്കാബും കണ്ടിട്ട്. ഇങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൽ കൃത്യമായ ചികിത്സാ കാഴ്ചപ്പാടുകളുണ്ട്, രോഗിയെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്, ആരാണ് രോഗി എന്ന വിഷയങ്ങൾ വിശദീകരിക്കുന്ന തരത്തിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും അലോപ്പതി എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നുകൂടി ഹാജറ വ്യക്തമാക്കേണ്ടതുണ്ട്. നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പോകണം. പടച്ചവന്റെ ബിസിനസ് സ്ട്രാറ്റജി അങ്ങനെയാണ്, നേരിട്ട് വന്നിട്ടല്ല, അതിന് ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചതാ. പണ്ടുള്ള ആൾക്കാർ പ്രസവിച്ചതോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ആരും പണ്ടുള്ള ആളുകളുടെ കാര്യമോ യൂറോപ്പിലെ ആളുകൾ പ്രസവിക്കുന്ന കാര്യമോ നോക്കേണ്ട ആവശ്യമില്ല എന്ന് ഹാജറ പറയുകയാണ്. ഹാജറ പഠിച്ചതനുസരിച്ച് അത് ആവശ്യം ഉണ്ടാകില്ല. പക്ഷെ പൊതുജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അസ്വസ്ഥത അലോപ്പതിയിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ, ആശുപത്രി പ്രസവങ്ങളിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ അവരതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അവരവരുടേതായ ചില തീരുമാനങ്ങളിലേക്ക് മാറിയേക്കും. കുറെ മരണങ്ങൾ ഉണ്ടാവാറുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ. അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മിഡ്വൈസും പണ്ട് കുറെ മരണങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ള ഹാജറയുടെ വാക്കിൽ നിന്ന് തന്നെ ഈമാനെ കുറിച്ചുള്ള ഹാജറയുടെ കാഴ്ചപ്പാട് ഒന്നുകൂടി മാറേണ്ടതുണ്ടോ എന്ന് സംശയിക്കപ്പെടുകയാണ്. കാരണം സമയമെത്തിയാലാണ് ഒരാൾ മരിക്കുക. പണ്ടുള്ള കാലത്തെ സ്ത്രീകളെ നോക്കിയാൽ മിക്കവാറും ധാരാളം സ്ത്രീകൾ ഒരേ സമയം പ്രഗ്നൻ്റ് ആയിരിക്കും. അതായത് പ്രഗ്നൻസി റേറ്റ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന്
ഏത് സ്ത്രീ മരിച്ചാലും അല്ലെങ്കിൽ എങ്ങനെ മരിച്ചാലും അവർ ഗർഭം ധരിച്ച അവസ്ഥയിൽ മരിക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ഇതാണൊരു കാര്യമെങ്കിൽ, മറ്റൊരു കാര്യം, അന്നുള്ള കാലത്തെ കണക്കുകൾ ഹാജറയ്ക്ക് ആരാണ് തന്നിട്ടുള്ളത്? അന്നുള്ള കാലത്തെ കണക്കുകൾ രേഖപ്പെടുത്താൻ എന്ത് സംവിധാനമാണ് ഉണ്ടായിരുന്നത്? അപ്പോൾ ഒരു കയ്യോ കണക്കോ ഇല്ലാത്ത പഴയ കാലത്തെക്കുറിച്ച് ഹാജറ ഇത്രയും ആധികാരികമായി മനസ്സിലാക്കിയത് തന്നെ തെറ്റല്ലേ എന്ന് ഹാജറ ചിന്തിച്ചു നോക്കും. സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോരാത്തതിന് വേണ്ട രീതിയിലുള്ള ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റ്. ഹാജറ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഹാജറയ്ക്ക് അറിയുമോ ഇപ്പോൾ ഉള്ള മരണനിരക്ക് എത്രയാണെന്ന്? അലോപ്പതി വന്നതിന് ശേഷം പലപ്പോഴും സ്വാഭാവിക മരണങ്ങൾക്കപ്പുറം, കുട്ടികൾ പ്രസവവുമായി ബന്ധപ്പെട്ട് മരിക്കുന്നതിനപ്പുറം വയറ്റിലിട്ട് തന്നെ കൊന്നുകളയുന്ന അബോർഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ എത്രത്തോളം വർദ്ധിച്ചു വന്നിട്ടുണ്ട് എന്ന് ഹാജറയ്ക്ക് അറിയുമോ? സർക്കാരിൻ്റെ കണക്കുകൾ തന്നെ നമുക്ക് ആ വിഷയത്തിൽ നോക്കാം. 2020-21 കാലഘട്ടങ്ങളിൽ ആശുപത്രിയിൽ മാത്രം നടന്ന അബോർഷൻ്റെ കണക്ക് 8525 ആണ് എങ്കിൽ 2022-23 കാലഘട്ടങ്ങളിൽ അത് 14,519 വർദ്ധിച്ചു. 2023-24 കാലഘട്ടങ്ങളിൽ 20,179 വർദ്ധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക. ആശുപത്രി പ്രസവങ്ങളിലേക്ക് മാറിയപ്പോൾ ഉള്ള മരണനിരക്ക് എത്രയോ വർദ്ധിച്ചു എന്നുള്ള കണക്കല്ലേ ഈ മനസ്സിലാക്കുന്നത്. അതിനെ ബർത്ത് മോർട്ടാലിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് കണക്കിലൊരു കളിയാണ് ഹാജറ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 2024-25 കാലഘട്ടങ്ങളിൽ ഏകദേശം 25,929 കുഞ്ഞുങ്ങളെയാണ് വയറ്റിനുള്ളിലിട്ട് അബോർട്ട് ചെയ്ത് ആശുപത്രികളിൽ മാത്രം കളഞ്ഞത് എന്നുള്ള സർക്കാർ കണക്കാണ് ഞാൻ വായിച്ചത്. അതായത് ആശുപത്രി പ്രസവത്തിലേക്ക് പോയപ്പോൾ മരണം കുറഞ്ഞു എന്ന് കാണിക്കാൻ പലപ്പോഴും വയറ്റിനുള്ളിലിട്ട് 25,000-ഓളം കുഞ്ഞുങ്ങളെ ഒരു വർഷം കൊണ്ട് തീർത്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു സംവിധാനത്തിന് എങ്ങനെയാണ് ഹാജറ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഹാജറയ്ക്ക് ഒരു പക്ഷേ ഈ കണക്കുകളെക്കുറിച്ച് ഒരു അവയർനെസ്സും ഇതുവരെ ഇല്ലായിരുന്നിരിക്കും. ഇനി ഇത് മനസ്സിലാക്കി തിരുത്തി വീഡിയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കറക്റ്റായിട്ട് അവർ ചെയ്യുകയും ചെയ്യും. എല്ലാത്തിനും നിങ്ങൾ അലോപ്പതി ചികിത്സ തന്നെ എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാത്തിനും നിങ്ങൾ അലോപ്പതി ചികിത്സ തന്നെ ചെയ്യണമെന്ന് ഹാജറ പറയുന്നില്ല. എന്നാൽ ഹാജറ പറയും ഏതൊക്കെ കാര്യത്തിനാണ് അലോപ്പതി ചികിത്സ ഒരാൾ ചെയ്യേണ്ടത്. ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് പോകല്ലേ, അതിനൊരു ക്ലാരിറ്റി കൊടുക്കും. ടെസ്റ്റുകളൊക്കെ വേണ്ട ടെസ്റ്റുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. ഈ ടെസ്റ്റുകളുടെ ആധികാരികതയെക്കുറിച്ച് ഹാജറ ഒരു സംസാരത്തിന്, ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? ഈ ടെസ്റ്റുകളുടെ എല്ലാം ബോർഡർ നിർണ്ണയിച്ചത് ആരാണ്? എത്ര വ്യക്തികളെ പഠിച്ചിട്ടാണ്? ഏത് രാജ്യത്തെ ക്ലൈമറ്റാണ് ആ ശരീരത്തിൽ അവർ ഫീൽ ചെയ്തിരുന്നത്? ഇതിനെക്കുറിച്ച് ഹാജറയ്ക്ക് വ്യക്തമായി പറയാൻ അറിയുമെങ്കിൽ അടുത്തൊരു വീഡിയോ ഇതിനെക്കുറിച്ച് കൂടി ഹാജറ ചെയ്തോളൂ. ഇതൊക്കെ ഒരുപാട് വൈകിട്ട് ട്രീറ്റ്മെന്റ് എടുത്താലും മാറാത്ത അവസ്ഥയിലെത്തിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. ഇത് വല്ലാത്ത ഒരു കൺഫ്യൂഷൻസ് ആക്കുന്ന ഒരു കാര്യമാണ് ഹാജർ പറഞ്ഞു വെക്കുന്നത്. എപ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് പറ്റുന്ന അത്രയും കുറച്ച് എക്സ്ട്രാ ഒപ്പീനിയൻസ് എടുക്കുക. നല്ല ഡോക്ടേഴ്സിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ശരീരമാണ്, അതിൽ നിങ്ങൾക്ക് തന്നെയാണ് കണ്ടുപിടിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ശരീരമാണ്, നിങ്ങൾക്കാണ് റെസ്പോൺസിബിലിറ്റി. അത് തന്നെയാണ് ഓരോ ആളുകളും ചെയ്യുന്നത്. അവർക്ക് വീട്ടിൽ പ്രസവിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കി തന്നെ അവർ ചെയ്തോട്ടെ. ഇനി അലോപ്പതിയിലേക്കാണ് പോകേണ്ടതെങ്കിൽ അത് അവർ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. അപ്പോൾ ഹാജറ വീട്ടിൽ പ്രസവത്തെ എന്തോ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വ്യക്തതയില്ലാതെയാണ് ഈ നിരുത്സാഹപ്പെടുത്തലെന്നും 5 വർഷം എന്തോ ഒന്ന് പഠിച്ചതിൻ്റെ പേരിൽ തങ്ങളുടെ മേഖലയിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ളൊരു ശ്രമമാണോ എന്നും അതൊരു ബിസിനസ് സ്ട്രാറ്റജി ആണോ എന്നും സംശയിക്കപ്പെടുകയാണ്. താങ്ക് യു. ഇനി ഒരു കാര്യം കൂടി പറയുകയാണ്. അക്യുപങ്ചറിസ്റ്റുകൾക്ക് ആളുകൾ സ്വസ്ഥമായി വീട്ടിൽ പ്രസവിക്കുന്നതിൽ യാതൊരു ലാഭവുമില്ല എന്നുകൂടി അറിയിക്കുകയാണ്. കാരണം പ്രസവം എടുക്കുക എന്നുള്ളൊരു പരിപാടിയും പ്രസവ ചികിത്സയും അക്യുപങ്ചറിലില്ല. കാരണം പ്രസവം എന്നത് ആഹാരം കഴിക്കുന്നത് പോലെയുള്ള ഒരു നാച്ചുറൽ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അതിന് യാതൊരുവിധ ചികിത്സയും ആവശ്യമില്ലാത്ത തരത്തിലുള്ളൊരു സ്വാഭാവിക പ്രക്രിയയായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടും അത്തരം ഒരു ചികിത്സയോ ലാഭമോ അക്യുപങ്ചറിസ്റ്റുകൾക്ക് ഈ വിഷയത്തിലില്ല. അത്തരം ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. വീട്ടിലേക്ക് ആളുകൾ സാധാരണ പ്രസവിക്കുന്നത് പോലെ സ്വസ്ഥമായി പ്രസവങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അക്യുപങ്ചറിസ്റ്റുകൾക്ക് എന്തോ ലാഭമുള്ളത് കൊണ്ടാണെന്ന് ഒരിക്കലുമല്ല. മറിച്ച് അലോപ്പതി പ്രസവത്തിലേക്ക് പോകാൻ ശ്രമിച്ച പലരും അവിടെയുള്ള അപകടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിച്ച് എന്നാൽ ഞങ്ങൾക്ക് പഴയ ഞങ്ങളുടെ പരമ്പരാഗതമായ സ്വസ്ഥമായ പ്രസവം തന്നെ മതി എന്ന് തീരുമാനിച്ച പല സ്ത്രീകളുമാണ് വീട്ടിൽ പ്രസവിക്കാൻ തീരുമാനമെടുക്കുന്നത്. അത് അവരുടെ മൗലിക അവകാശമാണ്. അതിനെതിരെ ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ കൃത്യമായ ഗ്യാരണ്ടി നൽകാൻ ആരെങ്കിലും റെഡി ഉണ്ടെങ്കിൽ അത്തരം ആളുകൾ കൂടി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ.